അവസാനിക്കുന്നില്ല. ഇതും പ്രബോധനം തന്നെയാണ്. 1989 ഇറങ്ങിയത്. അതിലെന്താ പറയുന്നത്? ഖുമൈനി മരണപ്പെട്ടു. ഖുമൈനിയുടെ വിയോഗം ഇസ്ലാമിക ലോകത്തിലെ തീരാ നഷ്ടം അബുല്ലൈസിന്റെ പ്രസ്താവനയാണ്. ഇതിൽ അദ്ദേഹം വളരെ വിശദമായി പറയുന്നുണ്ട്. ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള റൂഹുല്ല ഖുമൈനിയുടെ നിര്യാണത്തിൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി നേതാവ് മൗലാന അബുല്ലൈസ് ഇസ്ലാഹി നദ്വി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. മഹാനായ ആ വിപ്ലവ നേതാവ് ഇറാൻ ജനതയുടെ മേൽ ചെലുത്തിയ അസാമാന്യ സ്വാധീനവും ഒരു ജനകീയ പ്രസ്ഥാനത്തിലൂടെ റിസാ ഷാ പഹ്ലവിയെ അധികാരഭ്രഷ്ടനാക്കിയതും വിപ്ലവങ്ങളുടെ ചരിത്രത്തിലെ തുല്യതയറ്റ സംഭവങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു. മഹാനായ ഒരു വിപ്ലവകാരിയാണ് ലോകത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇറാനു മാത്രമല്ല, ലോകത്തിനാസകലം, ലോകത്തിനാകമാനം കനത്ത നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അമീർ പറഞ്ഞു. തന്റെ അനുശോചന സന്ദേശത്തിൽ ഖുമൈനിയുടെ പുത്രൻ സയ്യിദ് അഹമ്മദ് ഖുമൈനിയുടെയും ഇറാൻ ജനതയുടെയും ദുഃഖത്തിൽ പങ്കുചേർന്ന മൗലാന അബുല്ലൈസ് ഖുമൈനിയുടെ പരലോക ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോ ഇത് പ്രബോധനം ഖുമൈനി മരിച്ചപ്പോൾ. ഇനി അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഈ വിഷയത്തിലെ കിതാക്കനി എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ഇത്. ജമാഅത്തെ ഇസ്ലാമിയുടെ 50ാം വാർഷിക പതിപ്പ്. ആ 50ാം വാർഷിക പതിപ്പിൽ 20ാം നൂറ്റാണ്ടിലെ നവോത്ഥാന നായകന്മാരെ വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ നായകന്മാരെ വിശദീകരിക്കുന്നിടത്ത് പലരെയും പറയുന്നുണ്ട്. സയ്യിദ് മുഹമ്മദ് അഹമ്മദ് അൽ മഹദി, ബദിഉസ്സമാൻ സയ്യിദ് നൂർസി, നജ്മുദ്ദീൻ അൽ ബക്കാൻ, ഹസനുൽ ബന്ന, സയ്യിദ് കുത്തുബ്, മുസ്തഫ സബായി. ആ പറയുന്ന കൂട്ടത്തിൽ ഒരു പെട്ടിക്കോളം ഇട്ടുകൊണ്ട് നമ്മുടെ ആയത്തുള്ള റൂഹുല്ല ഖുമൈനി. അതിനുശേഷമോ ഡോക്ടർ അലി ശരീഅത്തി ഫോട്ടോ സഹിതം അദ്ദേഹം പറയുന്നുണ്ട്. ഇത് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. ഇതിലെല്ലാം വളരെ വിശദമായി വിശാലമായി തന്നെ ഖുമൈനിയെ മദ്ഹ് ചെയ്യുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ചേകന്നൂർ മൗലവി അദ്ദേഹത്തെ കാണാനില്ല. പക്ഷേ ഒരു വിഭാഗം ആളുകൾ ചേകന്നൂർ മൗലവിയുടെ ഫോട്ടോ എടുത്ത് അദ്ദേഹത്തിന്റെ മദ്ഹ് മാത്രം ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തെ പുകഴ്ത്തി, അദ്ദേഹത്തിന്റെ വാദങ്ങൾ നല്ല വാദങ്ങളാണ്, അദ്ദേഹം വലിയ ഒരു ചിന്തകനാണ്, അദ്ദേഹം വലിയൊരു നേതാവാണ്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം ഇസ്ലാമികമാണ്, ഒരു വലിയ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നേതാവാണെന്നൊക്കെ പറഞ്ഞാൽ, അങ്ങനെ പറയുന്നവരെ കുറിച്ച് നമ്മൾ എന്ത് മനസ്സിലാക്കണം? അവനൊരു ചേകന്നൂരിയാണ്, അല്ലെങ്കിൽ ചേകന്നൂരി അനുഭാവിയാണ്. ആയത്തുള്ള റൂഹുല്ല ഖുമൈനി വളരെ സ്നേഹത്തോടെ മാന്യമായി ഒന്ന് ചോദിക്കട്ടെ, ആ ആയത്തുള്ള റൂഹുല്ല ഖുമൈനി എഴുതിയ പുസ്തകങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വിശ്വാസം, അദ്ദേഹത്തിന്റെ കർമ്മമേഖല ഒന്ന് പരസ്യമായി ജമാഅത്ത് സുഹൃത്തുക്കൾക്ക് മാന്യമായി ഒന്ന് പ്രസംഗിച്ചു തരാമോ? അദ്ദേഹത്തിന്റെ അഖീദപരമായ കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ, കർമ്മമേഖലകൾ അദ്ദേഹം എത്ര വക്ത് നമസ്കരിച്ചു? ഒറ്റ ചോദ്യം. ഞങ്ങൾ ഉത്തരം പറയുന്നില്ല. ഞങ്ങൾ ഉത്തരം പറഞ്ഞാൽ ദേഷ്യം കൊണ്ട് പറയുകയാണ്, കോപം കൊണ്ട് പറയുകയാണ്. ഒരു ചോദ്യം ജമാഅത്ത് സുഹൃത്തുക്കൾ പറയാം, മാന്യമായി സത്യസന്ധമായി ജനങ്ങളുടെ മുന്നിൽ പറ. ആയത്തുള്ള റൂഹുല്ല ഖുമൈനി എത്ര വക്ത് നമസ്കരിക്കുമായിരുന്നു? അദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരം എത്ര വക്ത് നമസ്കരിക്കണമായിരുന്നു? ഒരു ചെറിയ ചോദ്യം. ആ ചോദ്യത്തിന് ലോകവിവരമുള്ള, കേരളത്തിലെ ചാവട്ടത്ത് മാത്രം ഒതുങ്ങി നിൽക്കാത്ത വിശാലമായ വിവരമുള്ള ഈ ജമാഅത്ത് നേതാക്കൾ ഒരു മറുപടി പറഞ്ഞു തരുമോ? എത്ര വക്ത് ആയത്തുള്ള റൂഹുല്ല ഖുമൈനി നമസ്കരിക്കുമായിരുന്നു? അദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരം എത്ര വക്തായിരുന്നു അദ്ദേഹത്തിന്റെ നമസ്കാരം എന്ന് അത് ഉത്തരം പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ പുകഴ്ത്തണോ ഈഴ്ത്തണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. അദ്ദേഹത്തെ അംഗീകരിക്കാൻ കഴിയോ തള്ളണോ എന്നൊക്കെ മനസ്സിലാകുമല്ലോ. അപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന തെളിവുകൾ നമ്മൾ കാണിച്ചിട്ട് ഇന്ന് വരെ ഇതിനെ സംബന്ധിച്ച് മാന്യമായ ഒരു ഉത്തരം പറയുവാനോ ഒരു വിശദീകരണം നൽകുവാനോ നമ്മുടെ ജമാഅത്ത് നേതാക്കന്മാർ തയ്യാറാകുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അതുമാത്രമല്ല, സാക്ഷാൽ
ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അടക്കമുള്ള ആളുകൾ രൂപീകരിച്ച് കേരളക്കരയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ച 2 കൊല്ലക്കാലം എല്ലാവിധ സഹായവും ചെയ്തുകൊണ്ട് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് കേരളക്കരയിൽ പ്രവർത്തിച്ച സിമി, ജമാഅത്തെ ഇസ്ലാമിയുടെ പുത്രനായ സിമി. ഇനി ബാപ്പാത് നിഷേധിക്കും നമുക്കറിഞ്ഞൂടാ. അതിനെ ഗർഭം ചുമന്നത് ജമാഅത്തെ ഇസ്ലാമി. പേരെടുക്കാൻ കേരളത്തിൽ നിന്ന് പോയത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് സാഹിബ്, ഉസ്മാൻ ദർവായി കൂടെ. അങ്ങനെ ആ കുട്ടിയെ കൊണ്ടുവന്ന് കേരളത്തിൽ പ്രതിഷ്ഠിച്ച് പാലൂട്ടി വളർത്തിയത് ജമാഅത്തെ ഇസ്ലാമിയുടെ കോഴിക്കോടുള്ള ഓഫീസിൽ. കുറച്ചു കാലം കഴിഞ്ഞപ്പോ സിമിക്കാരോട് തന്റെ പിതാവായ ജമാഅത്തെ ഇസ്ലാമിക്കാർ ചോദിച്ചു, ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റുമോ, ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റുമോ എന്ന്. അപ്പോ ഈ കുട്ടിയായ സിമി പറഞ്ഞു, എനിക്കൊന്ന് ആലോചിക്കണം, അല്ല എന്തെങ്കിലും വേണമെങ്കിൽ നമുക്കൊന്ന് ചെയ്തുതരാം, അഡ്ജസ്റ്റ് ചെയ്ത് മോൻ ഇവിടെ നിൽക്കണം, പോകരുത്. പക്ഷേ പാപ്പയെ ധിക്കരിച്ച് സിമി പുറത്തു പോയി എന്നാണ് ഏറ്റവും നൂതനമായി പുതിയതായി പറഞ്ഞ ഭാഗം. എങ്കിൽ ചോദിക്കട്ടെ മാന്യമായി, ആ കുട്ടിയെ പിതാവ് പുറത്താക്കിയതാണോ? അല്ല. സിമി ഞങ്ങൾക്ക് പറ്റൂല, ഇവിടുന്ന് പുറത്തു പോകണം എന്നാണോ? അല്ല. നേരെ മറിച്ച് യാസർ അറാഫത്ത് കേരളത്തിൽ വന്നപ്പോൾ കരിങ്കൊടി കാണിക്കണോ കാണിക്കണ്ട എന്നൊരു വിഷയം, ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അങ്ങനെ അങ്ങനെ അവർ പോയി എന്നാണ് സാക്ഷാൽ ജമാഅത്ത് നേതാവ് തന്നെ ഇവിടെ പറഞ്ഞത്. എങ്കിൽ ആ കരിങ്കൊടി വിഷയത്തിലല്ലാത്ത ബാക്കിയുള്ള വിഷയത്തിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും അതുവരെ ഉണ്ടായിരുന്നില്ല എന്ന് സമ്മതിച്ച സ്ഥിതിക്ക് അവർ പോയതാണ്, ഞങ്ങൾ പുറത്താക്കിയതല്ല എന്ന് വാക്കുകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി പ്രകടമാകുന്ന നിലക്ക് തങ്ങളുടേതാണ് എന്ന് ഉറപ്പിക്കാവുന്ന അതേ സിമി, ആ സിമിയെ സംബന്ധിച്ചിടത്തോളം അവർ എഴുതിയ പുസ്തകമാണ് ഇസ്ലാമിക ഗവൺമെന്റ് എന്ന് പറയുന്ന ഈ പുസ്തകം. ആ പുസ്തകത്തിൽ 35-ാമത്തെ പേജ്, അതുപോലെ തന്നെ 49-ാമത്തെ പേജ്, 48-ാമത്തെ പേജ്, ഇതിലെല്ലാം ഹസനുൽ ബന്ന ഷിയാക്കളുമായി ഐക്യമുണ്ടാക്കാൻ നടത്തിയ പരിശ്രമങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. 38-ാമത്തെ പേജിൽ ഷിയാക്കളുമായി ഐക്യമുണ്ടാക്കി ഞങ്ങൾ ഏതെങ്കിലും ആരെങ്കിലും ഉദ്ധരിച്ച് എടുത്തുകൊണ്ട് വന്ന് കോട്ടിമാട്ടിയല്ല, പച്ച മലയാളത്തിൽ കേരളക്കരയിൽ ഇറങ്ങിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഞാൻ കാണിക്കുന്നത് ഊഹിച്ച് പറയല്ല, കണ്ണടച്ച് പ്രസംഗിക്കുകയല്ല, തെളിവാണ് മുന്നിൽ വെക്കുന്നത്. ഇനി അതുകൊണ്ട് മാത്രം തീർന്നു. ഇതിന് 48-ാമത്തെ പേജിൽ ഗനൂസിയുടെ നിരീക്ഷണം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ബന്ന, മൗദൂദി, കുത്തുബ്, ഖുമൈനി, 4 പേരാണ്. ആരൊക്കെ? ബന്ന, മൗദൂദി, കുത്തുബ്, ഖുമൈനി എന്നിവരെ ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ ഒരേ ലൈനിന്റെ വിവിധ പ്രതികളായിട്ടാണ് ഗനൂസി കാണുന്നത്. അങ്ങനെ വിശദീകരിക്കുന്നത്. ഇതിന്റെ മുഖദ്ദിമ മുഴുവൻ ഈ ഷിയാ ഐക്യത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഭാഗമാണ്. യഥാർത്ഥത്തിൽ ഇഖ്വാൻ മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ ഷിയാക്കളുമായി അഡ്ജസ്റ്റ്മെന്റ് ഉള്ള ഒരു പ്രസ്ഥാനമാണെന്ന് വളരെ വ്യക്തമായി തെളിയിക്കുന്ന പുസ്തകമാണ്. ഈ തെളിവുകളെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ വിഷയങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ സാധാരണക്കാരായ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി, കേരളക്കര എന്ന് പറഞ്ഞാൽ ഷിയാക്കൾക്ക് അധികം കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്തിൽ ഒരു മറയുടെ പിന്നിൽ നിന്നുകൊണ്ട് എന്തിന് ജമാഅത്തെ ഇസ്ലാമി ഷിയായിസം പറയണം, എന്തിന് ഷിയാക്കളുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കണം, രക്തസാക്ഷ്യം പോലുള്ള പുസ്തകങ്ങൾ എന്തിന് വിറ്റഴിക്കണം, ഖുർആനിനെ തന്നെ അതിന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള പ്രസ്താവന നടക്കുന്ന പുസ്തകങ്ങൾ, അലി ശരീഅത്തെ പോലുള്ള ആളുകൾ എഴുതിയ പുസ്തകങ്ങൾ, ജൂത സഹായത്തോടെ എഴുതിയ പുസ്തകങ്ങൾ. കാര്യം ഖുർആൻ ലോകത്തോട് വെല്ലുവിളിച്ചാണ്, ഇതിന് തത്തുല്യമായ ഒന്നും കൊണ്ടുവരാൻ കഴിയില്ല. അത് ഖുർആന്റെ അസ്തിത്വത്തെ നിഷേധിക്കുവാൻ ഒരുത്തരും സാധിക്കില്ല. ഖുർആൻ പോലെ ഒന്നും കൊണ്ടുവരാൻ ലോകത്തിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ബോധപൂർവം ഇസ്ലാമിക സമൂഹത്തിന്റെ ഉള്ളിൽ തന്നെ വിശുദ്ധ ഖുർആനോട് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് വരുത്തി തീർക്കാവുന്ന രൂപത്തിൽ ചില ആളുകളെ ബോധപൂർവമായി ഇറക്കി ഖുർആനെതിരെ പരാമർശങ്ങൾ നടത്തിയ ജൂതതന്ത്രത്തിന്റെ ഭാഗമായി ഖുർആനെ തന്നെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ ഉള്ള പുസ്തകങ്ങൾ എന്തിന് പ്രസിദ്ധീകരിച്ചവരെ ന്യായീകരിക്കണം, എന്തിന് അത്തരക്കാരുമായി കൂട്ടുകൂടണം,
എന്തിനത്രക്കാരെ പുകഴ്ത്തണമെന്ന് സാധാരണക്കാർ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ അവസാനമായി കണ്ടെത്തിയ ഒരു മറുപടിയാണ് ഹജ്ജ് എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകമല്ലാതെ ഞങ്ങൾ ഒന്നും IPH പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഹജ്ജ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആൾക്കൊന്നും പറ്റിയില്ല, തലയെ പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഒരാൾ അപകടത്തിൽപ്പെട്ട് എന്ത് സംഭവിച്ചു? ഒരു പ്രശ്നമില്ല, തല അറ്റുപോയി. ഇതുപോലെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ വിഷയത്തിലുള്ള മറുപടി. ഞാൻ ചോദിക്കട്ടെ, ഹജ്ജ് എന്ന പുസ്തകം നിങ്ങൾ പ്രസിദ്ധീകരിച്ചു എന്ന് ഞങ്ങൾ, അത് മാത്രമാണ് ഞങ്ങൾക്ക് ഷിയായിസവുമായുള്ള അല്ലെങ്കിൽ അവരുമായി അലി ശരീഅത്തുമായുള്ള ബന്ധമെന്ന് നിങ്ങൾ സമ്മതിച്ച സ്ഥിതിക്ക് അവിടെ ഞങ്ങൾ ഒരു പോസ്റ്റ്മോർട്ടം കൂടെ നടത്താൻ തീരുമാനിച്ചു. നിങ്ങൾ സമ്മതിച്ചെടുത്തിട്ട് ഒരു പോസ്റ്റ്മോർട്ടം നിങ്ങൾ നടത്തി നോക്കാം. എങ്ങനെയാണ് ഈ ഹജ്ജ് എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ പ്രസിദ്ധീകരിച്ചത്? എങ്ങനെയാണ് പ്രസിദ്ധീകരിച്ചത്? വെറുതെ പ്രസിദ്ധീകരിച്ചതാണോ? അല്ല. നേരെ മറിച്ച് ഇത് പ്രബോധനമാണ്. ഈ പ്രബോധനത്തിലെ ലേഖനം എന്താണെന്നറിയുമോ? എന്താ പറയുന്നത്? ഈ പ്രബോധനത്തിൽ പറയുന്നത് നിങ്ങളുടെ ഇസ്മായിലിനെ ബലിയറുക്കുക. എന്താണ്? നിങ്ങളുടെ ഇസ്മായിലിനെ ബലിയറുക്കണം. നിങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ കൂടിയവർ 100 പേരുണ്ടെങ്കിൽ 100 പേർക്കും ഇസ്മായിലുണ്ട്. ആ 100 പേരുടെ ഇസ്മായിൽ നമ്മൾ എടുക്കണം, ബലിയെറുക്കണം. എന്നിട്ട് ഇതിൽ പറഞ്ഞു, ഇബ്രാഹീമിനെ പോലെ നിങ്ങൾ നിങ്ങളുടെ ഇസ്മായിലിനെ മിനായിലേക്ക് കൊണ്ടുവരണം. നിങ്ങളുടെ ഇസ്മായിൽ ആരാണ്? നമ്മളോട് ചോദിക്കുക, നിങ്ങളുടെ ഇസ്മായിൽ ആരാണ്? നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഇസ്മായിൽ ആരാന്ന് നമ്മൾ തീരുമാനിക്കണം. എന്നിട്ട് ഇയാൾ വിശദീകരിക്കുകയാണ്, അത് തീരുമാനിക്കാൻ ആവശ്യമായ ഉപദേശം അദ്ദേഹം നൽകുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യം ഹനിക്കുകയും നിങ്ങളുടെ ചുമതലകൾ നിർവഹിക്കുന്നതിന് നിങ്ങൾക്ക് തടസ്സം നിൽക്കുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ ഇസ്മായിൽ. അപ്പൊ നിങ്ങളുടെ ഇസ്മായിൽ ആരാ? നിങ്ങളുടെ സ്വാതന്ത്ര്യം ഹനിക്കുകയും നിങ്ങളുടെ ചുമതലകൾ നിർവഹിക്കുന്നതിന് നിങ്ങൾക്ക് തടസ്സം നിൽക്കുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ ഇസ്മായിൽ. അതെന്തെന്ന് കണ്ടുപിടിക്കൂ. ദൈവത്തെ സമീപിക്കാൻ വിനായിൽ നിങ്ങൾ സ്വന്തം ഇസ്മായിലിനെ ബലികർപ്പിക്കണം. അപ്പൊ നമ്മുടെ ഇസ്മായിൽ ആരാ? നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന, നമുക്ക് പ്രശ്നമായി വരുന്ന കാര്യമാണ് ഇസ്മായില്. ആ ഇസ്മായിലിനെ നമ്മൾ അറുക്കണം. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇസ്മായിലോ? ആ ഇസ്മായിൽ ഒരു തിന്മയായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിൽ, അതൊരു പ്രയാസമായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിൽ, അതിനെ ബലികർപ്പിക്കാൻ തയ്യാറായി എന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിൽ ലേഖനമെഴുതി വളരെ വ്യക്തമായി വർഷങ്ങൾക്ക് മുമ്പ് ജമാഅത്തെ ഇസ്ലാമി പ്രസിദ്ധീകരിച്ചു. എവിടെ? പ്രബോധനത്തിൽ. എന്ന് മാത്രമല്ല, അപകടകരമായ എത്രയോ വാചകങ്ങളുണ്ട്. കാരണം എന്താ? ജൂതന്മാർക്ക് ഇസ്മായിൽ നബി എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും ദേശീയുള്ള ആളാണ്. അവർ ഇസ്ഹാഖിയ പരമ്പരയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതോ ഇസ്മായിലി പരമ്പരയിലാണ്. അറബികൾ ഇസ്മായിലി പരമ്പരയിലുള്ളവരാണ്. മുഹമ്മദ് നബിയെ നബിയാണെന്നറിയാൻ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം നബിയാണെന്ന് അറിഞ്ഞിട്ടും എന്റെ ജൂതന്മാർ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കാതിരുന്നത് തങ്ങളുടെ വംശത്തിൽ ഇസ്ഹാഖിയ പരമ്പരയിൽ അവസാനത്തെ നബി വന്നില്ല ഒറ്റ കാരണത്താലാണ് ജൂതന്മാർ വിശ്വസിക്കാതിരുന്നത്. അതുകൊണ്ട് ഇസ്മായിൽ നബിയെ മോശമാക്കുക എന്ന ജൂതലോബിയുടെ തന്ത്രം, ആ തന്ത്രം പ്രബോധനത്തിൽ പയറ്റിയിട്ട് നിങ്ങളുടെ ഇസ്മായിലിനെ നിങ്ങൾ ബലിയെറുക്കുക എന്ന് ബോധപൂർവ്വം ടൈറ്റിലിട്ട് കേരളക്കരയിൽ പ്രചരിപ്പിച്ച ജമാഅത്തുകാരാ, ഇന്ന് വരെ ഇതിന് നിങ്ങൾ മാപ്പ് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. മാപ്പ് ചോദിച്ചില്ലെന്ന് മാത്രമല്ല, അവസാനം പിന്നെ അത് ക്രോഡീകരിച്ചുകൊണ്ട് ഹജ്ജ് എന്ന് പറയുന്ന പുസ്തകം പുറത്തിറക്കി അലി ശരീഅത്ത്. ഈ ഹജ്ജ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഹജ്ജിനെ മുഴുവൻ വികൃതമാക്കി. വികൃതമാക്കിയത് 58ാമത്തെ പേജിൽ എന്താ പറയുന്നത്? മിനായിൽ ഒരു കല്ലേറ്. നമുക്കറിയാം ഹജ്ജിന്റെ ഭാഗമാണ് മിനായിലെ കല്ലേറ്. ഇതിൽ കൊടുത്തത് പടക്കളം എന്നാണ്. പടക്കളം എന്താ? പടക്കളത്തിൽ രാജാവിന്റെ തെരുവിൽ സ്ഥിതി ചെയ്യുന്നു 3 പിശാചുക്കൾ. സുബ്ഹാനല്ലാഹ്. 3 ശൈത്താന്മാരെ മിനായിൽ 3 കല്ലിങ്ങനെ നാട്ടിലെ ശൈത്താന്മാരാണ്. അവ ഏതാണ്ട് 100 മീറ്റർ അകലത്തിലാണ്. ഒരു വിഗ്രഹത്തിന്റെ പ്രതീകമാണ് ഓരോന്നും. ഓരോ വർഷവും അവർ വെള്ളം പൂശാറുണ്ട്. വിഗ്രഹത്തിന് വെള്ളം പൂശാറുണ്ട്. ഞാൻ വായിക്കണം മാധ്യമമൊക്കെ ഹജ്ജിൽ ഇഹ്റാം കെട്ടുന്നതിന് പൂണൂലിനോട് ഉപയോഗിച്ചിട്ടുണ്ട്. മാധ്യമം നിഷേധിച്ചാൽ ഞാൻ കാണിച്ചു തരും. ഫോട്ടോ കോപ്പി അല്ല, ഷെയ്ഖ് മുഹമ്മദ് സാഹിബിനോട് ചോദിച്ച പോലുമല്ല.
ഒറിജിനൽ തെറ്റ് കാണിച്ചു തരും. അവിടെ തവാഫ് ചെയ്യുന്നതിന് ക്ഷേത്രം വലം വെക്കുന്നതിന് സമാനമാണ് എന്ന് എഴുതി വെച്ചു. മാത്രമല്ല ഹജ്ജ് പോലും പഴയ ഹൈന്ദവാചാരങ്ങളുടെ തുടർച്ചയാണ് എന്ന് എഴുതി വെച്ചു. അതുകൊണ്ട് അവസാനിക്കില്ല. ഇവിടെ പറയും നോക്കൂ, അത് വേറെ മാധ്യമത്തിൽ എഴുതി. ഇതിപ്പോ പറയുന്നത് അല്ലാഹു അത്യുന്നതനാണ്, എത്ര അർത്ഥസമ്പുഷ്ടം.